ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോവാന്ന്. ലേറ്റായിപ്പോയി, അതുകൊണ്ട് എല്ലാം ചെടപടേ എന്നിട്ടാണ്. അപ്പോൾ ഞാൻ പകുതി റെഡിയായി, ബാക്കിയും കൂടി റെഡി ചെയ്യണം. അതിൻ്റെ ഇടയിൽ ബ്രെഡ് കഴിക്കട്ടെ. ബാക്കി വിശേഷം നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 7 മണി 7 എത്രയായി. ഗായ്സ്, നമ്മൾ എവിടെ എത്തിയെന്ന് അറിയാവോ? ഏതമ്പലം? ഗുരുവായൂർ അമ്പലത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. പൂനെയിലെ ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ കാണിച്ചു തരാട്ടാ. വെയിൽ തുടങ്ങി. നമ്മൾ ഇവിടെ എത്തുമ്പോൾ വണ്ടിയിൽ വരുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത് ശ്രീബുദ്ധ. ഇത് ആമ്പലല്ലേ? മീനുണ്ടാ? ഞങ്ങൾക്ക് മീനെല്ലാം ഉണ്ട്. ഈ ഒരു അമ്പലം വരുന്നത് നിഗിഡി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്, പൂനെയിലെ. അപ്പം നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട്. അപ്പം നമ്മൾ രാവിലെ ഒരു 7:25 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 8:15 എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ അധികം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാമായിട്ടുള്ളൊരു അമ്പലമാണ്. നല്ലൊരു വൈബുണ്ട് ഈ ഒരു അമ്പലത്തിൽ വന്നപ്പോൾ. ഇപ്പം കുറച്ച് തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഇളം വെയിലൊക്കെ തട്ടിയിട്ടും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട്. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ കുറച്ച് സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ബ്രെഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ രാവിലെ തന്നെ എണീക്കുക, ഫ്രഷ് ആകുക, എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് വിടുക. അവിടെ നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരിക. വേണമെങ്കിൽ നമുക്ക് ലഞ്ചും കൂടി ഉണ്ട് അവിടെ. പക്ഷെ നമ്മളതിന് നിന്നിട്ടില്ല. അവിടുന്ന് പിന്നെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഭണ്ഡാരത്തിൽ ഗൂഗിൾ പേ ചെയ്തതാണത്. എന്നിട്ട് അങ്ങനെ നേരെ പിന്നെ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കേണ്ടിയിട്ടാണ്. നല്ല വലിയൊരു ഹാള് തന്നെയാണ് അന്നദാനത്തിനുള്ളത്. അപ്പോൾ ചായയും ഉപ്മാവും കടലക്കറിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഉപ്മാവിൻ്റെ കൂടെ കറി കൂട്ടി കഴിച്ചിട്ടില്ല. അപ്പോൾ ഉപ്മാവും കടലക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കോമ്പിനേഷനാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഉപ്മാവും കടലക്കറി. രസമുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ എന്തോ ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കിത്തരാം. അങ്ങനെ നമ്മളിതാ കുറച്ചു നേരം അവിടുന്ന് ഭജനയൊക്കെ കേട്ടിതാ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത് മുംബൈ ഹൈവേ റോഡാണ്. അപ്പോൾ പിന്നെ ഇവിടെ റോഡിൻ്റെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു സ്ഥലത്ത് റോഡിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ പണിയെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്താനായി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.